നമ്മൾ സദഖല്ലാഹു പറഞ്ഞ തെറ്റുണ്ടാ, അല്ലെങ്കിൽ വിരോധം ഉണ്ടാ? അതാണ് ചോദ്യം. സദഖല്ലാഹുൽ അലീം എന്ന് പറയുന്നതിൻ്റെ വിധിയാണ്. ഈ ഖുർആന് നമ്മൾ ഓതിക്കഴിഞ്ഞാൽ, അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ, അല്ലെ ഇടയ്ക്ക് വെച്ച് ഖുർആൻ നിർത്തുന്ന സമയത്ത് സദഖല്ലാഹുൽ അലീം എന്ന് പറയുന്നതിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്വഹീഹായ ഹദീസുകളൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പോൾ അതിനൊരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിനോട് ഖുർആൻ ഓതാൻ പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നിങ്ങൾക്കല്ല ഇറങ്ങിയത്, ഞാൻ എന്തിനാ ഓതി തരുന്നത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് എനിക്ക് കേൾക്കാനാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഓതി കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തോട് നിർത്ത് എന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം അവസാനിപ്പിച്ചപ്പോൾ സദഖല്ലാഹുൽ അലീം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ അവസാനിപ്പിച്ചില്ല, അത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് തിരുത്തുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സ്വഹാബികൾ ചെയ്തതായ ഖുർആൻ ഓതിയതായ ഒരുപാട് സന്ദർഭങ്ങൾ. അത്തരം സന്ദർഭങ്ങളിലൊന്നും വിശുദ്ധ ഖുർആൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം സദഖല്ലാഹുൽ അലീം എന്ന് പറയുന്ന ഒരു രീതി പ്രവാചകനിൽ നിന്നോ സലഫുകളായ പൂർവികരിൽ നിന്നൊന്നും സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രീതി, ഇപ്പോൾ പറയുന്നത് ശരിയാണ്, സദഖല്ലാഹുൽ അലീം അല്ലാഹ് പറഞ്ഞത് സത്യമാണ്, ആ പ്രയോഗം സത്യമാണ്. പക്ഷേ ഖുർആൻ ഓതിക്കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒന്ന് പറയുക എന്നുള്ളത് നബിയുടെയോ അല്ലെങ്കിൽ സ്വഹാബികളുടെയോ അല്ലെങ്കിൽ പൂർവികരായ സലഫുകളുടെയോ ഒന്നും മാതൃകയിൽ അങ്ങനെ ഒരു രീതി സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും പ്രവാചകനെയാണ് ഇത്തരം കാര്യങ്ങൾ മാതൃകയാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് നമ്മളത് ഒഴിവാക്കുകയാണ് വേണ്ടത്. അത് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ട നിലപാട്.